ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യവുമായിട്ട് ചിലർ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. യഹൂദരുടെ ഇടയിൽ പ്രധാനമായിട്ടും 4 വിഭാഗക്കാർ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് നിയമജ്ഞരും ഫരിസയരും. നിയമജ്ഞരുടെ ദൗത്യം അത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുക, നിയമങ്ങൾ പഠിക്കുക, നിയമങ്ങൾക്ക് പുതിയ തലങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതാണ് നിയമജ്ഞരുടെ വിഭാഗം. ഫരിസേയർ ഈ നിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നവരാണ്, നടപ്പിലാക്കുന്ന വ്യക്തികളാണ് ഫരിസേയർ. ഇവർ 2 കൂട്ടരും ഏകദേശം ഒരുപോലെ ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഇവരുടെ മറുപക്ഷത്ത് നിൽക്കുന്നവരാണ് സദുച്ചേയരും അതോടൊപ്പം തീവ്രവാദികളും. സദുച്ചേയരുടെ പ്രത്യേകത ഈ നിയമജ്ഞരുടെ പല നിയമങ്ങളെയും തെറ്റായിട്ട് അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും യഹൂദരുടെ ഈ പ്രധാനപ്പെട്ട വിഭാഗം അവഗണനയോടുകൂടെ കരുതിയിരുന്നവരാണ്. മറ്റൊരു വിഭാഗം തീവ്രവാദികളാണ്. അവർക്കും ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. റോമക്കാരുടെ അടിമത്തത്തിൽ നിന്നും തങ്ങളുടെ ജനത്തെ മോചിപ്പിക്കണം എന്ന ചിന്തയോടുകൂടെ പ്രവർത്തിച്ചിരുന്നവരാണ് ഈ തീവ്രവാദികളുടെ വിഭാഗം. അവരും സദുച്ചേയരും ഒരുപോലെയാണ് ചിന്തിച്ചത്. ഇങ്ങനെ 2 പ്രമുഖ പക്ഷക്കാർ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇന്നത്തെ ചോദ്യവുമായിട്ട് സദുക്കായരാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. നിയമജ്ഞരും ഫരിസേയരും വിശ്വസിച്ചിരുന്നത് മരണാനന്തരം ഒരു ജീവിതം ഉണ്ട് എന്നാണ്. എന്നാൽ സദുക്കായർ വിശ്വസിച്ചിരുന്നത് മരണാനന്തരം ഒരു ജീവിതം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ലോക ജീവിതത്തിൽ ആസ്വദിക്കാവുന്നതിൻ്റെ മാക്സിമം സന്തോഷിക്കുക, ആസ്വദിക്കുക. ചാർവാക ഫിലോസഫി എന്ന് പറയും, ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മേക്ക് മെറി ദാറ്റ് യു വിൽ ഡൈ. നീ മരിക്കും, അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് ജീവിതം ആസ്വദിക്കുക എന്ന് പറയുന്ന ചാർവാക ഫിലോസഫി അനുകരിച്ചിരുന്നവരാണ് സദുക്കായർ. അവർ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഈ ഒരു ചോദ്യവുമായിട്ട് വരികയാണ്. നീ മരണാനന്തര ജീവിതത്തെ എപ്രകാരമാണ് കാണുന്നത്? ഒരു നാട്ടിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്തവൻ ഒരുവളെ വിവാഹം കഴിച്ചു. എന്നാൽ സന്താനമില്ലാതെ അവൻ മരിച്ചു. യഹൂദരുടെ മറ്റൊരു നിയമമാണ്, കുടുംബത്തിലെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചിട്ട് സന്താനമില്ലാതെ മരിച്ചാൽ ഇളയവൻ അവളെ വിധവയെ വിവാഹം കഴിച്ച് അവളിൽ നിന്നും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കണം. അത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, കുടുംബത്തിൻ്റെ സ്വത്ത് മറ്റൊരാളുടെ അരികിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഒന്ന്. രണ്ടാമത്തേത്, വിധവയായവൾക്ക് ഒരഭയം കൊടുക്കണം. വേറൊരാൾ അവൾക്കൊരു ജീവിതം കൊടുക്കാനായിട്ട് പൊതുവെ മുന്നോട്ട് വരില്ല. അതുകൊണ്ട് കുടുംബത്തിലെ തന്നെ ഇളയവൻ അവൾക്ക് ജീവിതം കൊടുക്കണം എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സദുക്കായർ യേശുവിനോട് ചോദിക്കുന്നത്, 7 സഹോദരന്മാരുള്ള ഒരു കുടുംബത്തിൽ ഇവർ ഓരോരുത്തരും ഇവിടെ വിവാഹം കഴിക്കുന്നുണ്ട്. കാരണം വിവാഹം കഴിച്ച് ആ സഹോദരന്മാർ മരിച്ചു പോകും. അവസാനം ഇവളും മരിച്ചു. ഇവൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും? അതാണ് ചോദ്യം. കാരണം ഈ ഭൂമിയിൽ 7 പേരെയും വിവാഹം കഴിച്ചവളാണ്. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതിൽ ആരായിരിക്കും ഇവളുടെ ഭർത്താവ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ക്രിസ്തു ഇതിനെ നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: ഈ വിവാഹം എന്നൊക്കെ പറയുന്ന കാര്യം അത് ഭൂമിയിലെ പരിപാടിയാണ്, അത് സ്വർഗത്തിൻ്റെ പരിപാടിയല്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം എന്താ? സ്വർഗത്തിൽ ഇവർ ദൈവദൂതന്മാരും ദൈവത്തിൻ്റെ മക്കളുമാണ്. ഈ 2 കാര്യങ്ങളാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത. ഒന്ന്, ദൈവത്തിൻ്റെ ദൂതന്മാർ. ദൈവത്തിൻ്റെ ദൂതന്മാരെന്ന് പറയുമ്പോൾ എന്താണ്? മാലാഖമാർ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവദൂതന്മാരാകാൻ, മാലാഖമാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. മാലാഖമാർ വിവാഹം കഴിച്ചിരിക്കുന്നവരല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് ദൈവത്തിൻ്റെ ദൂത് നൽകുന്നവരായിട്ട് കടന്നു വരുന്നവരാണ് ഈ മാലാഖമാർ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് സ്വർഗത്തിൽ നിൻ്റെ ദൗത്യം വിവാഹം കഴിക്കുക എന്നുള്ളതല്ല. നിൻ്റെ ദൗത്യം എന്താ? മാലാഖമാർക്കടുത്ത ഒരു ജീവിതമാണ് നിനക്കുള്ളതെന്ന് വെച്ചാൽ സ്ഥലകാല പരിമിതിയിൽ പെടുന്നതല്ല മാലാഖ എന്നുള്ളതാണ്.
നമുക്ക് ശരീരമുള്ളത് കൊണ്ടാണ് നമുക്കൊരു സ്ഥലവും കാലവും ഒക്കെയുള്ളത്. എന്നാൽ മാലാഖമാർക്ക് അതില്ല. അവർക്ക് എപ്പോൾ എവിടെ വേണമെങ്കിലും ആയിരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ തലം കുറേ കൂടി അത്യുന്നത തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. രണ്ടാമത് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കും. അപ്പം അപ്പനാരാ? ദൈവമാണ്. ഒരപ്പൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ പിന്നെ നമ്മൾ വിവാഹം കഴിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? അപ്പൻ്റെ മക്കൾ പരസ്പരം വിവാഹം കഴിക്കോ? ഇല്ല. അപ്പോൾ കർത്താവ് പറയുന്ന രണ്ടാമത്തെ കൺസെപ്റ്റ് ഇതാണ്. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ അപ്പനും സ്വർഗം നിങ്ങളുടെ വീടും നിങ്ങൾ അപ്പൻ്റെ മക്കളുമാകുമ്പോൾ പിന്നെ എങ്ങനെയാ പരസ്പരം വിവാഹം കഴിക്കുക? വിവാഹം രണ്ട് കുടുംബത്തിൽപ്പെട്ടവരുടെ ഒരുമിച്ച് ചേരല. നിങ്ങൾ ഒറ്റ കുടുംബത്തിലെ ഒരപ്പൻ്റെ മക്കൾ എന്ന അത്യുന്നതമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ പിന്നെ അവിടെ വിവാഹം എന്നുള്ളൊരു കൺസെപ്റ്റ് സ്വർഗത്തിലില്ല എന്ന് ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് ക്രിസ്തു വീണ്ടും പറയുക, നിങ്ങളുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. മരിച്ചവരെന്ന് കരുതുന്നത് നമുക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മരണമായിട്ട് മാറുക. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മരിച്ചവരില്ല. കാരണം എന്താ? മരണമില്ലാത്ത ആത്മാവിൻ്റെ ഉടയവനാണ് നമ്മുടെ ദൈവം. ആത്മാവിന് മരണമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കാർക്കും ആത്യന്തികമായി മരണമില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വചനം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം കണ്ടു മാത്രം നടക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് സ്വർഗത്തിൻ്റെ കാഴ്ച കണ്ട് ആ പിതാവിൻ്റെ മക്കളെന്ന മഹത്വം നിറഞ്ഞ പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം തന്നെ കുറേ കൂടി ശ്രേഷ്ഠതയുള്ളതായിട്ട് മാറും, മഹത്വമുള്ളതായിട്ട് മാറും. നമ്മൾ മാലാഖമാർക്കടുത്ത കൃപയോടുകൂടെ ജീവിക്കാനും നമുക്ക് കഴിയും.